എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീട്ടിലേക്ക് സ്വാഗതം. IT അഡ്മിഷൻ 2025 ആരംഭിച്ചിരിക്കുകയാണ്. അഡ്മിഷൻ ആരംഭിച്ചു. ഇപ്പോൾ അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 20 വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. IT അഡ്മിഷൻ 2025 ഗവൺമെൻറ് 108 കേരളത്തിലെ 108 ITI കോളേജുകളിലെ 72 ട്രേഡുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതലാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ITI ഗവൺമെൻറ് ITIയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ITI അഡ്മിഷൻ 2025 ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുകയും ശേഷം ലോഗിൻ വഴി നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും മറ്റ് കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ കൊണ്ടുപോയി നിങ്ങളുടെ അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്യണം. അതായത് നിങ്ങൾ അപേക്ഷ കൊടുത്ത്, നിങ്ങളിപ്പോൾ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നിങ്ങൾ 100 രൂപയും കൊടുത്ത് ITI കോളേജുകളും കോഴ്സുകളും മറ്റ് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അപേക്ഷയും കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ITയിൽ പോയിട്ട് ഗവൺമെൻറ് IT കോളേജിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യണം, വേരിഫിക്കേഷൻ ചെയ്യണം. വേരിഫിക്കേഷൻ ചെയ്യുന്ന അപേക്ഷകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റാങ്ക് ലിസ്റ്റിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ എന്ത് ചെയ്യണം, വേരിഫിക്കേഷൻ പൂർത്തിയാക്കി ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ ചെയ്യാത്ത അപേക്ഷകളൊന്നും പരിഗണിക്കില്ല. ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 20 വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് 108 ITI കോളേജുകളിലെ 72 ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പ്രിയ വിദ്യാർത്ഥിനികൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയായിരുന്നു, IT അഡ്മിഷൻ എന്നായിരിക്കും ആരംഭിക്കുക. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ IT വെബ്സൈറ്റ് വഴി ഇപ്പോൾ നിങ്ങൾക്ക് IT ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത്? ഇപ്പം നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ പല വേരിഫിക്കേഷൻ ചെയ്യും. വേരിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ ചെന്നിട്ട് നിങ്ങൾ വേരിഫിക്കേഷൻ ചെയ്യണം. ഈ വേരിഫിക്കേഷൻ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ അപേക്ഷ റാങ്ക് ലിസ്റ്റിനായിട്ട് പരിഗണിക്കും. ശേഷം റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അഡ്മിഷനായിട്ട് വിളിക്കും. നിങ്ങളുടെ അപേക്ഷ സമയത്ത് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID നിർബന്ധമായും നിങ്ങൾ കൊടുക്കണം. ആ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കുമാണ് നിങ്ങളെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കോളേജ് അധ്യാപകർ നിങ്ങളെ ആ മൊബൈൽ നമ്പർ വഴിയാണ് നിങ്ങളെ അധ്യാപകർ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലൂടെയും ഇമെയിൽ IDയിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിരന്തരമായി യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പറും നിരന്തരമായി യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ വരും. നിങ്ങൾ ആ കൊടുക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, ഇന്ന ദിവസം വന്ന് അഡ്മിഷൻ എടുത്തോ, ഒരു 2 മണിക്കൊക്കെ വന്ന് മുമ്പ് അഡ്മിഷൻ എടുത്തോ എന്ന് പറഞ്ഞ് കോളും ഇമെയിലും വരാനാണ് നിങ്ങൾ നിരന്തരം യൂസ് ചെയ്യുന്ന ഇമെയിലും മൊബൈൽ നമ്പറും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ ചെയ്യണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഗവൺമെൻറ് ITയിൽ ചെന്നിട്ട് വേരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ റാങ്ക് ലിസ്റ്റിനായിട്ട് എന്ത് ചെയ്യില്ല, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ വീഡിയോയ്ക്ക് തരാൻ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വിദ്യാർത്ഥികൾ മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. പ്രിയ വിദ്യാർത്ഥികൾക്ക് IT അഡ്മിഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തൽക്കാലം നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള തുറന്നുള്ള നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് അത് വീഡിയോ ആയിട്ട് നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എന്തായാലും ലാസ്റ്റ് ഡേറ്റ് ജൂൺ 20. എന്തായാലും നോക്കി കണ്ടും ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 20.
ലാസ്റ്റ് ഡേറ്റ് ജൂൺ 20. അപ്പോൾ പുതിയ ടീമിൽ കാണുന്നൊരു മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കൈ ഫോർ ദ കരിയർ ഗൈഡ്. ടൈം ഫോർ വാച്ചിങ്. ബൈ.